തടയരുത്. പാവങ്ങളുടെ കൈത്താങ് വിഷയത്തിന്റെ അകക്കാമ്പാണ്. ആർക്കത് കൊടുക്കേണ്ടി വരും? إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. 8 വിഭാഗം ആളുകൾക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്. 8 വിഭാഗം സകാത്തിന്റെ അവകാശികൾ 8 വിഭാഗം. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അൽ മുതഅദ്ദി ഫി സകാത്തി കമാനിഹാ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്തേ പണ്ടത്തെ മൈരൊന്നല്ല, പണ്ടൊക്കെ ആൾക്കാർ സകാത്ത് കൊടുക്കല്ലേന്നു, ഇന്ന് ഞങ്ങളുടെ പ്രവർത്തന ഫലമായി ആളുകളൊക്കെ സകാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ശരിയാണ്, തിരക്കടൊന്നുമില്ല. പക്ഷെ അൽ മുതഅദ്ദി ഫി സകാ, അതുകൊണ്ട് ഈ ഭാഗം നല്ല ശ്രദ്ധിക്കണം. സകാത്തിൽ ഒരാൾ അല്ലാഹു പറഞ്ഞതല്ലാതെ അതിരുവിട്ട് പ്രവർത്തിച്ചാൽ അയാൾ സകാത്ത് കൊടുക്കാത്തവനെ പോലെയാണ്, സകാത്തിനെ തടഞ്ഞവനെ പോലെയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹു പറഞ്ഞവർക്ക് പറഞ്ഞ രീതിയിലാണ് സകാത്ത് കൊടുക്കേണ്ടത്. അല്ലാഹ് ആർക്കൊക്കെ സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോളിട്ടോ. വളരെ അപകടമുണ്ട് ഇതിൽ ചിലത്, ശ്രദ്ധിക്കണം. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ, സകാത്തിന്റെ അവകാശികൾ ഒന്നാമതായി അല്ലാഹു പറയുന്നത് ലിൽ ഫുഖറാഇ, ഫഖീറുമാരാണ്. 2 വൽ മസാകീൻ, മിസ്കിന്മാരാണ്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാ? ഫഖീർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 റുപ്യ ആവശ്യമുണ്ട് ഒരു ദിവസം, 40 റുപ്യ അയാൾക്ക് കിട്ടുന്നുള്ളൂ, 60 കടമാണ്. അയാളാണ് ഫഖീർ. നിത്യജീവിതത്തിന് തന്നെ തികയുന്നില്ല. അയാൾക്ക് ക്യാൻസറാണ്, ഭാര്യന്റെ കാലിന് വേദനയാണ്, മക്കൾക്ക് ഒരാൾക്ക് നടക്കാൻ വയ്യാക, ഭയങ്കര പ്രയാസം. ഫഖീറാണ്, സാമ്പത്തികമില്ല. 100 റുപ്യ ആവശ്യമുണ്ട്, 40 കിട്ടുന്നുള്ളൂ. മിസ്കീനാരാൻ 100 റുപ്യ ആവശ്യം എന്നല്ലേ പറഞ്ഞേ. അയാൾക്ക് ആവശ്യമുള്ളത് 100 റുപ്യാണ് ഒരു ദിവസം എന്ന് കണക്കാക്കിയാൽ, ഇന്ന് 100 റുപ്യ കണക്കാക്കാൻ പറ്റുമോ? ഒരാൾ ഇന്നലെ രാത്രി വൈകുന്നേരം ഒരാളിനോട് പറഞ്ഞു, ഈ ഒറ്റക്ക് വേണം ഉസ്താദേ 1000 റുപ്യ. അത് കുറച്ച് തടിച്ചാളാണ്, ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, 1000 റുപ്യ ഒറ്റക്ക് വേണം. ഞാൻ 100 എന്നുള്ളത് ഒരു കണക്കിനൊക്കെ മനസ്സിലാവാൻ പറയുന്നതാണ്. 100 റുപ്യയാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ ആവശ്യമെങ്കിൽ അയാൾക്ക് 80 റുപ്യ കിട്ടുന്നുണ്ട്, 20 കടമായി പോകുന്നുണ്ട്. അതാണ് മിസ്കീൻ. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മളെ ചുറ്റുഭാഗത്ത് ആരൊക്കെയുള്ള ശരിക്കും തിരിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തിരിഞ്ഞിട്ടില്ലേ? ചുറ്റുഭാഗത്തുള്ള ആൾക്കാരെ തിരിയണം. അതാണ് മുസ്ലിം, അതാണ് മുസ്ലിം, അതാണ് മുസ്ലിം. അയൽവാസിയെ കുറിച്ച് റസൂൽ ജിബ്രീൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്റെ അയൽവാസിക്ക് എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടോന്ന് ജിബ്രീൽ പറയോ എന്ന് ഞാൻ പേടിച്ചു പോയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചുറ്റുഭാഗത്താരൊക്കെ ഇന്ന് ജ്യേഷ്ഠത്തെയും അനുജത്തെയും വീടെടുത്തതാണ്, എന്നാലും കാണാം അതിന്റെ നടുക്കും മതില് കെട്ടിയത്. എന്താ? നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിലുകളാണ്. ആ മതിലുകൾ നമ്മൾ പൊളിച്ചെറിയണം. അയൽവാസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടോ? നമ്മൾ സകാത്ത് കൊടുക്കാൻ അവകാശിയാണോ? ഈ പറഞ്ഞവർക്ക് കൊടുക്കണം. ഇവർ ഒരവകാശികളാണ്. അപ്പൊ 2 നിങ്ങൾ കണക്കൂട്ടണേ. 2. إنما الصدقات للفقراء والمساكين والعاملين عليها. സകാത്ത് പിരിവുകാർ, നിങ്ങൾ ശരിക്കും സകാത്ത് കളക്ഷൻ നടത്തുന്ന ആളുകൾ, അവരും അവകാശം. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ലാതെ എവിടെയാണ്? ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് സകാത്ത് പിരിവുകാരില്ലേ? ഇസ്ലാമിക രാജ്യത്താണ്. ചില ആൾക്കാർ പറഞ്ഞു അതൊന്നുമല്ല, ഇസ്ലാമിക ഭരണം ഞങ്ങളും ഇവിടെ നടപ്പിലാക്കിയ വിവരം അറിയും. കൊന്നോനെ കൊന്നോക്കിയാണ് ആ കമ്മിറ്റിക്കാരൻ പിറ്റത്താഴ്ച തൂക്കിലേറ്റി കൊല്ലപ്പെടും. പിന്നെ പറഞ്ഞ ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ചെയ്തുകൂടെ? ചെയ്യും, പക്ഷേ ഇവിടെ അത് ചെയ്താൽ താറുമാറാവൂലേ? ഭയങ്കര താറുമാറ് വരിക. എന്താ താറുമാറ് വരിക? അല്ലെങ്കിൽ തന്നെ കമ്മിറ്റിയിൽ അടിയാണ്. പള്ളിന്റെ മുമ്പിൽ ഞാനൊരു മേശട്ടിട്ട് പറയാം സക്കാത്തൊക്കെ കൊണ്ടുവരും, ഞാൻ കൊടുത്തോളാം, എല്ലാവരും ഇന്റെ അടുത്ത് വന്നു. അപ്പൊ കാണാം വേറൊരാള് അപ്പുറത്തൊരു മേശട്ടുണ്ട്, അയാളും പറയാം ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ കൊടുത്തോളാം. എന്താണ് പറഞ്ഞത്? സക്കാത്ത് പിരിവുകാർ പറയാം.
സക്കാത്ത് പിരിവുകാർ എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അത് നമ്മളെ നാട്ടിലുണ്ടാവില്ല. നല്ല സുഖല്ലേ ചില ആൾക്കാർക്ക്. അതുകൊണ്ടാണ് സക്കാത്ത് കമ്മിറ്റി. إنما الصدقات للفقراء والمساكين والعاملين عليها. നമ്മളെ നാട്ടിൽ ഇപ്പോ രണ്ടായി. والعاملين عليها والمؤلفة قلوبهم. പൊതുവിശ്വാസികൾ, പരിശുദ്ധ ഇസ്ലാം പുൽകിയ പൊതുവിശ്വാസി. ആ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അവന്റെ ഖൽബ് ഇസ്ലാമിൽ ശരിക്കും ഉറച്ചില്ല. കാരണം അവന് ഇസ്ലാമിലേക്ക് വന്നപ്പോ അമ്മ ഒഴിവാക്കി, അച്ഛനെ എല്ലാവരും ഒഴിവാക്കി കൂടുമ്പോ അവനൊരു ബേജാറുണ്ട്. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്ത് എല്ലാവരും കൂടി അവന് സക്കാത്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ അവന് തോന്നി അൽഹംദുലില്ലാഹ്, ഇത്ര ഒരാൾക്കാരന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാനുണ്ടെങ്കിൽ അപ്പൊ അവന്റെ ഈമാനും നല്ല ഉറപ്പും. അതുകൊണ്ട് പൊതുവിശ്വാസി സക്കാത്തിന് അവകാശിയാണ്. നല്ല കേട്ടോളിട്ടോ. ചില ആളുകൾ പറയാറുണ്ട് അമുസ്ലിമിനും സക്കാത്ത് കൊടുക്കാം. ഓ മുസ്ലിം ആയെങ്കിലോ? നിന്റെ ആ വാദം തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ്. അൽ മുതഅദ്ദി ഫി സകാത്തി കമാനിഹാ. സക്കാത്തിൽ അതിർലംഘനം നടക്കുന്നത് സക്കാത്ത് തടയുന്നവനെ പോലെയാണ്. എല്ലാം ശ്രദ്ധിക്കണം. മൂന്ന് വൽ ആമിലീന അലൈഹാ, 4 വൽ മുഅല്ലഫതി ഖുലൂബുഹും. പൊതുവിശ്വാസി നമ്മുടെ നാട്ടിൽ ചിലപ്പം കിട്ടാൻ സാധ്യത. എത്രത്തോളം ആലിമ്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ പലരും പ്രസംഗിക്കുക സക്കാത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനല്ല സക്കാത്ത്. ആരാണ് പൊട്ടത്തരം പറഞ്ഞത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനല്ല സക്കാത്ത്. ഒരു വലിയ ഭാഗം വരെ ഇത് നടക്കുന്നുണ്ട്. പക്ഷേ സക്കാത്തിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല. ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വലിയ ഒരു സമ്പന്നനാണെന്ന് വെക്കാം. ഇസ്ലാമൊക്കെ വന്നൊരു പൊതുവിശ്വാസി ഭയങ്കര പണക്കാരനാണ്. ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്നാൽ പോലും അവൻ സക്കാത്തിന് അവകാശിയാണ്. അവന് സക്കാത്ത് കൊടുക്കണം. കൊടുത്താൽ സക്കാത്ത് വീടും. അവനും സക്കാത്തിന് അവകാശിയാണ്. 3, 4 വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി. മോചനപത്രം എഴുതപ്പെട്ട അടിമകളും. അടിമ സമ്പ്രദായം ഇന്നില്ലാത്തോണ്ട് നമുക്ക് നേരമില്ലാത്തോണ്ടും കഴിച്ചില്ലായി. അൽഹംദുലില്ലാഹ് നേരമില്ലല്ലോ. അടിമ സമ്പ്രദായം ഇല്ല കൊണ്ട് കഴിച്ചില്ലായി. വഫിർ റിഖാബി അത് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എത്ര പേരെ കിട്ടിയേ? നമ്മളെ നാട്ടിൽ എത്ര ഭാഗം കിട്ടി? 3. ഫഖീർ, മിസ്കീൻ, മുഅല്ലഫത്ത് ഖുലൂബ്. പിന്നെ ആരാ? വൽഗാരിമീന, കടക്കാർ. കടം കൊണ്ട് വലഞ്ഞ ആളുകൾ കടക്കാരനാണ്. അവൻ സക്കാത്തിന് അവകാശിയാണ്. എത്രയോ മനുഷ്യന്മാരെ നമ്മളെ ചുറ്റുപാടുണ്ടോ. എന്തിന്? തെറ്റല്ലാത്ത കാര്യത്തിനായി കടം വാങ്ങിയ ആളാണ്. അവൻ തെറ്റിന് കടം വാങ്ങിയ. എന്തിന്? വാങ്ങി ഇത് തുടങ്ങി അങ്ങനെയാണല്ലോ. പിന്നെ പൈസ തേച്ചാതയില്ല. പിന്നെ കിട്ടുന്നിടത്തുനിന്ന് എങ്ങനെയൊക്കെ കിട്ടും നോക്കും. അതൊക്കെയാണ് നമ്മൾ കണ്ട കൊലപാതകത്തിന്റെ ഒക്കെ കാരണം. അല്ലാഹു ഉമ്മത്തിനെ സലാമത്താകട്ടെ. തെറ്റല്ലാത്ത കാര്യത്തിന് കടം വാങ്ങിയതാണ്. എന്നാൽ അയാളും സക്കാത്തിന് അവകാശിയാണ്. വേം പറയാനാ ഞാൻ വേം പറഞ്ഞു പോകണം. അപ്പോ കടക്കാരൻ. ഇവിടെ പറയുന്നുണ്ട് ഒരാൾ നല്ല പൈസക്കാരനാ. അയാള് നാട്ടിൽ 2 ആൾക്കാർ തമ്മിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടിൽ. ഇയാള് മധ്യസ്ഥ നിന്നു, 3ാമനായി. കിട്ടാനുള്ള ആള് കൊടുക്കാനുള്ളവനെ ചീത്ത പറഞ്ഞിട്ടും കുഴപ്പാക്കിയിട്ടും യാതൊരു ബുദ്ധിമുട്ടില്ല. ഇയാൾ പറഞ്ഞു ക്ഷമിക്കടോ, കുറച്ചുകൂടി ഒരു 6 മാസത്തെ അവിടെയും കൊടുക്കും. ആര് തരും? ഓൻ 2 കൊല്ലം പറഞ്ഞിട്ട് തന്നിട്ടില്ല. ഉമ്മൻ പറഞ്ഞു ഓൻ തന്നില്ലേ, ഞാൻ തരുന്നു. ഇയാള് മറ്റോനോടോ ഞാൻ എന്നെ വിശ്വസിച്ചനായിരിക്കണേ. നിങ്ങളെ ഏറ്റവും ആ പറഞ്ഞ പോക്കാ. പിന്നെ ഓനെയും കണ്ടിട്ടില്ല, മറ്റോനെ കണ്ടതല്ലേ, ഓനോട് പോയതാണ്. 6 മാസം കഴിഞ്ഞ് പോയാ അയാൾ വരുന്ന. ഇയാൾ കുടുങ്ങുകയും ചെയ്തു. 10 ലക്ഷം മറ്റോന് തല വെച്ചു കൊടുത്ത ഇയാൾ. എന്നാൽ ഇയാളെ സഹായിക്കാം. 2 പേർക്കിടയിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ ആളാണെങ്കിലും അയാൾക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. മറ്റേ ആൾ കൊടുക്കാതെ അയാളെ ബുദ്ധിമുട്ടാക്കിയാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കണി. 2 പേർ തമ്മിൽ അകലാന്നുള്ളത് എത്ര വലിയ ഗൗരവ ഇസ്ലാം കാണുന്നത്. തെറ്റിക്കണ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്? പുതിയാപ്പിളാരോടോ, ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, പുതിയാപ്പിളാരോടോ കുടുംബക്കാരോ ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ? അയൽപക്കത്തെ മറിയുണ്ട്, ഇപ്പുറത്ത് നഫീസും ഉണ്ട്. ആണ്ട് നോക്കണമെന്നല്ല. വയലിന് വന്നതാ. 2 വന്ന് നോക്കുമ്പോൾ മറിയു കയറുന്ന ബസ്സിൽ ആര് കയറിയില്ല? നഫീസു കയറിയില്ല. അങ്ങനൊക്കെ ആരെങ്കിലും ഉണ്ടേ നന്നാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. അല്ലെങ്കിൽ നോമ്പോ നിസ്കാരോ ഒരു ചാണകലത്തിലേക്ക് പോലും ഉയരില്ല.
പിന്നെയോ വൽ ഗാരിബീന കടക്കാർ, വഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം പറ്റാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ. അല്ലാഹുവിൻ അത് എവിടെ ഉണ്ടാവുക? നമ്മളെ നാട്ടിലുണ്ടാവില്ല, ഇസ്ലാമിക രാജ്യത്ത്. അപ്പൊ നമുക്ക് 4 ആളെ കിട്ടി. നമ്മളെ നാട്ടിൽ 4 ആളെ. ഇസ്ലാമിക രാജ്യത്താണ് പ്രതിഫലം പറ്റാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ. നമ്മളെ നാട്ടിലുണ്ടാവില്ല. അവർ അല്ലാഹുവിന്റെ വചനം ഏറ്റവും ഉന്നതമായ വചനമാകാൻ വേണ്ടി പോരടിച്ച ആളുകളാണ്. പ്രതിസന്ധി വന്നപ്പോൾ അവർ സക്കാത്തിന് അവകാശികൾ. ഇന്ന് നമ്മൾ ഇത് പറഞ്ഞിട്ട് പല ആളുകളും സക്കാത്തിന്റെ ഫണ്ട് സ്വരൂപിക്കാൻ ശ്രമം നടത്താറുണ്ട്. അത് അൽ മുതഅദ്ദി ഫി സകാത്തി കമാനിഹാ. അല്ല എന്താ ഓല് പറഞ്ഞേ? പത്രപ്രവർത്തനം അത് ജിഹാദാണ്. പത്രപ്രവർത്തനം ജിഹാദാണ്. നമുക്കറിയാം, കേരളത്തിലെ ചില പത്രങ്ങളൊക്കെ കടമില്ലാതെ എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ രഹസ്യം പഠിക്കേണ്ടതാണ്. നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സകാത്താണോ അവകാശപ്പെട്ടവർക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയുന്നുണ്ട്. വേറെ ചില ആൾക്കാർ പറയാം വാളും കുന്തും ഒക്കെ വാങ്ങാൻ, സക്കാത്ത് വാങ്ങാൻ. എവിടെ? ഇവിടല്ലേ ഇസ്ലാമിക രാജ്യത്തെ പറഞ്ഞേ. സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടില്ല. അൽ മുതഅദ്ദി ഫി സകാത്തി കമാനിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായി അല്ലാഹു കൽപ്പിച്ചതുപോലെ നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഫീ സബീലില്ലാഹി, പിന്നെയോ വബിനിസ് സബീൽ. 8ാമത്തെ വിഭാഗമാരാ? വബിനിസ് സബീൽ, വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ. ഞങ്ങളുടെ നാട്ടിലൂടെ ഒരാൾ പോണ സമയത്ത് കാർ ആക്സിഡന്റ് ആയി. അല്ലാഹു നമ്മളൊന്നും ആക്സിഡന്റിൽ പെടുത്താതിരിക്കട്ടെ. നോക്കുമ്പോഴാ ആക്സിഡന്റ് ആയി, ശരീരമൊക്കെ റോട്ടിൽ ചെന്നിച്ചതിൽ നോക്കുമ്പോൾ 2-3 ആളുകളാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളുണ്ട്, ചികിത്സിക്കാനൊന്നും വകല്ല. കാറാരൻ കുത്തിയ കാറാരൻ കഴിച്ചിലായും ചെയ്തു. ഒരു വകയില്ല. നിങ്ങളുടെ നാട്ടിൽ അയാൾ വഴിയാത്രക്കാരനാണ്, കുടുങ്ങി. ഈ ആക്സിഡന്റ് പറ്റി ചികിത്സിക്കാൻ വകല്ലാത്താക്ക് സക്കാത്ത് കൊടുത്താൽ മതിയോ? മതി. ഇനി അതല്ല, നിങ്ങളുടെ നാട്ടിലൂടെ ഹലാലായ യാത്ര പോകുന്ന ആളാണ്. നിങ്ങള് ഹലാലായ യാത്ര പോകുന്ന ആളാ, യാത്രക്കാരനാണോ? അയാൾ സക്കാത്തിന് അവകാശിയാണ്. അയാൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടില് എപ്പോഴാണെങ്കിലും മനുഷ്യന് അല്ലേ, വലിയ എന്നോടൊരാൾ പറഞ്ഞൊരു സമയമുണ്ട്. വലിയൊരു പൈസക്കാരൻ ഒരിക്കൽ നമ്മുടെ കൂടെ ഉംറക്ക് വന്നു. അയാൾ എന്നോട് പറയാം, സാറേ എന്നോട് ആൾക്കാർ വായ്പ വയ്ക്കാന്നല്ല, ഇതുവരെ ഞാനൊരു മനുഷ്യനോട് വായ്പ വെച്ചിട്ടില്ല. എന്നോട് ഒരു 50,000 രൂപ സംഘടിപ്പിച്ചു മക്കത്തുനിന്ന്. ഞാൻ ചോദിച്ചു എന്തേ? എന്നോട് ഞാൻ കൂടുന്ന പൈസ ഒക്കെ തീർന്നുപോയി. വേറെ നിർവാഹം. ഇത്ര ലജ്ജയിലാ മനുഷ്യൻ വന്ന് ചോദിക്കണത്. യാത്രക്കാരന്റെ കഥ അതാണ്. പോലെ കോടീശ്വരനാവും, എന്നാലും ഓൻ ചില സമയം എന്താവും? മഹാഫക്കീറാവും. യാത്രക്കാരൻ സകാത്തിന് അവകാശിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഹലാലായ യാത്ര പോകുന്ന ആളുകൾക്ക് സകാത്ത് കൊടുക്കാം. ഈ 8 വിഭാഗത്തിനാണ് സകാത്ത് നൽകേണ്ടത്.